Hi friends, welcome to Chemistry Tips. ഇനി നമുക്ക് മെറ്റബോളിസത്തിനെ കുറിച്ച് പഠിക്കാം. സോ നമുക്കിനി എന്താണ് മെറ്റബോളിസം എന്ന് നോക്കാം. The entire spectrum of chemical reactions occurring in the living system are collectively referred to as metabolism. ഒരു ലിവിംഗ് ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന്. A metabolic pathway constitutes a series of enzymatic reactions to produce specific products. അപ്പോൾ ഒരു മെറ്റബോളിക് പാത്വേയിൽ ഒരുപാട് എൻസൈമാറ്റിക് റിയാക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു മെറ്റബോളിക് പാത്വേ. ആ എൻസൈമാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്സും കൺട്രോൾ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസും ഓരോ സ്റ്റെപ്പ് കഴിയും തോറും സ്പെസിഫിക് പ്രോഡക്ട്സും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. Metabolism is broadly divided into two categories. Catabolism, the degradative process concerned with the breakdown of complex molecules to simpler ones with a concomitant release of energy. കാറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ഡീഗ്രഡേറ്റീവ് പ്രോസസ്സാണ്. അതായത് കോംപ്ലെക്സ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ വൺ ആയിട്ട് മാറുന്ന ഒരു ഡീഗ്രഡേറ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ കാറ്റബോളിസം എന്ന് പറയുന്നത്. കാറ്റബോളിസം നടക്കുമ്പോൾ ആ സ്റ്റെപ്സിൽ കൂടി എനർജിയുടെ റിലീസ് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ആനബോളിസം, the biosynthetic reactions involving the formation of complex molecules from simple precursors. ആനബോളിസം എന്ന് പറയുന്നത് ഒരു ബയോസിന്തറ്റിക് റിയാക്ഷൻ ആണ്. അതായത് കോംപ്ലെക്സ് മോളിക്യൂൾസിനെ സിമ്പിൾ ആയിട്ടുള്ള പ്രീകേഴ്സേഴ്സിൽ നിന്നും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആനബോളിസം എന്ന് പറയുന്നത്. The term amphibolism is also used for reactions which are both catabolic and anabolic in nature. അപ്പോൾ കാറ്റബോളിക് നേച്ചറും അതായത് ഡീഗ്രഡേറ്റീവും ബയോസിന്തറ്റിക്കുമായിട്ടുള്ള സ്റ്റെപ്സിനെ നമ്മൾ ആംഫിബോളിസം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ ആംഫിബോളിസം എന്നാണ് പറയുന്നത്. മെറ്റബോളിസത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ബയോമോളിക്യൂൾസിന്റെ മെറ്റബോളിസവും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിക്ക് എനർജി കൊടുക്കുന്ന ബയോമോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ബോഡിയുടെ ഓരോ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. The monosaccharide glucose is the central molecule in the carbohydrate metabolism, since all the major pathways of carbohydrate metabolism are concerned with it. അപ്പോൾ മോണോസാക്കറൈഡ് ആയ ഗ്ലൂക്കോസ് ആണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പ്രധാനമായിട്ടും ഉള്ള എല്ലാ പാത്വേസിലും കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നത്. ഗ്ലൂക്കോസ് ഈസ് യൂട്ടിലൈസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. It is synthesized from the non-carbohydrate precursors and stored as glycogen to release glucose as and when the need arises. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നത് ഒരു നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകേഴ്സറിൽ നിന്നാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് അല്ലാതെ ഒരു പ്രീകേഴ്സറിൽ നിന്നാണ് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്ത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളപ്പോൾ, അതായത് എനർജി നീഡ് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ആവശ്യമുള്ളപ്പോൾ ആ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഗ്ലൈക്കോജന്റെ മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. The fasting blood glucose level in normal individuals is 70 to 100 mg per deciliter. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 മുതൽ 100 mg per deciliter ആണ് നോർമൽ ഇൻഡിവിജ്വൽസിൽ. സോ മേജർ പാത്വേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഇനി കാർബോഹൈഡ്രേറ്റ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പാത്വേസിൽ വഴിയാണ് ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ്. ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് ആൻഡ് ലാക്ടിക് ആസിഡ്. ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് പൈറുവേറ്റും ലാക്ടിക് ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വഴിയാണ് പൈറുവേറ്റ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയെ ടു CO2. അപ്പോൾ അസറ്റൈൽ കോയേനെ CO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഗ്ലൂക്കോനിയോജനസിസ്, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ദി നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകേഴ്സേഴ്സ്. എക്സാമ്പിൾ അമിനോ ആസിഡ്, ഗ്ലിസറോൾ എക്സെട്ര. സോ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകേഴ്സറിൽ നിന്നും ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്.
Glycogenesis, the formation of glycogen from glucose. ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കജൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോജിനോലൈസിസ്, ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജിനോലൈസിസ്. ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. This pathway is an alternative to glycolysis and TCA cycle for the oxidation of glucose. അപ്പോൾ ഗ്ലൈക്കോളിസിസിനും TCA സൈക്കിളിനും പകരമായിട്ട് ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു പാത്വേ ആണ് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. യൂറോണിക് ആസിഡ് പാത്വേ. The glucose is converted to glucuronic acid, Pentose, and in some animals to ascorbic acid. അപ്പോൾ ഈ യൂറോണിക് ആസിഡ് പാത്വേ വഴിയാണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കുറോണിക് ആസിഡ് ആയിട്ടും പെൻഡോസ് ആയിട്ടും ചില ആനിമൽസിൽ അസ്കോർബിക് ആസിഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഗാലക്ടോസ് മെറ്റബോളിസം. The pathways concerned with the conversion of galactose to glucose and the synthesis of lactose. ഗാലക്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ലാക്ടോസിന്റെ സിന്തസൈസിനും സഹായിക്കുന്ന പാത്വേ ആണ് ഗാലക്ടോസ് മെറ്റബോളിസം. ഫ്രക്ടോസ് മെറ്റബോളിസം. The oxidation of fructose to pyruvate and the relation between fructose and glucose metabolism. ഫ്രക്ടോസിനെ പൈറുവേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന്റെ റിലേഷനും കാണിക്കുന്നതാണ് ഫ്രക്ടോസ് മെറ്റബോളിസം. അമിനോ ഷുഗർ ആൻഡ് മ്യൂക്കോപോളിസാക്കറൈഡ് മെറ്റബോളിസം. The synthesis of amino sugar and other sugars for the formation of mucopolysaccharides and glycoproteins. അമിനോ ഷുഗറും മറ്റുള്ള ഷുഗേഴ്സും മ്യൂക്കോപോളിസാക്കറൈഡ്സിന്റെയും ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെയും സിന്തസിസ് ചെയ്യുന്നതിനെയാണ് അമിനോ ഷുഗറും മ്യൂക്കോപോളിസാക്കറൈഡ് മെറ്റബോളിസം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പഠിക്കുമ്പോൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാത്വേ ഗ്ലൈക്കോളിസിസ് ആണ്. Glycolysis derived from the Greek words glycos, sweet or sugar, lysis, dissolution. Glycolysis എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. The complete pathway of glycolysis was elucidated in 1940. This pathway is often referred to as Embden-Meyerhof pathway or EM pathway. ഗ്ലൈക്കോളിസിന്റെ പാത്വേ കംപ്ലീറ്റ് ആയിട്ട് എല്യൂസിഡേറ്റ് ചെയ്തിരിക്കുന്നത് 1940-ലാണ്. ഈ പാത്വേയുടെ ഗ്ലൈക്കോളിസിന്റെ മറ്റൊരു പേര് എംഡൻ-മേയർഹോഫ് പാത്വേ എന്നാണ്. Glycolysis is defined as the sequence of reactions converting glucose to pyruvate or lactate with the production of ATP. Glycolysis എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസിനെ പൈറുവേറ്റോ ലാക്ടേറ്റോ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ATPയുടെ പ്രൊഡക്ഷനോട് കൂടിയുള്ള കൺവേർഷനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിറ്റിക് റിയാക്ഷൻ ടോട്ടൽ 10 സ്റ്റെപ്സ് ഉണ്ട്. ഈ 10 സ്റ്റെപ്സിനെയും 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഫേസ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ഓർ പ്രൈമിംഗ് സ്റ്റേജ്. സെക്കൻഡ് ഫേസ് ഇസ് സ്പ്ലിറ്റിംഗ് ഫേസ് ആൻഡ് ദ ലാസ്റ്റ് ഫേസ് ഇസ് എനർജി ജനറേഷൻ ഫേസ്. So these are the steps of glycolysis. ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ബൈ ദ എൻസൈം ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ആദ്യത്തേത്. And this is an irreversible reaction with the utilization of ATP. ATP ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഇറിവേഴ്സിബിൾ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിന്റേത്. കൈനേസ് ആക്ടിവിറ്റി ഉള്ള എൻസൈമാണ്. അത് ATPയിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഗ്ലൂക്കോസിലേക്ക് കൊടുത്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. Next step is the conversion of glucose 6 phosphate to fructose 6 phosphate by the enzyme phosphohexose isomerase. Isomerase enzyme ആണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നത്. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഇസ് എ സെൻട്രൽ മോളിക്യൂൾ വിത്ത് എ വെറൈറ്റി ഓഫ് മെറ്റബോളിക് ഫേറ്റ്സ്. ഏതൊരു മെറ്റബോളിക് പാത്വേയിലും എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂളാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. മെറ്റബോളിക് പാത്വേ എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൂക്കോനിയോജെനസിസ്, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, അങ്ങനെ ഏതൊരു പാത്വേയിലും എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ മോളിക്യൂളാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഗ്ലൈക്കോളിസിസിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോസ്ഫോഹെക്സോ ഐസോമറേസ് എന്ന എൻസൈം ആക്ട് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്.
Next is the conversion of fructose 6-phosphate to fructose 1,6-bisphosphate by the enzyme phosphofructokinase. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ച പോലെ തന്നെ ഒരു കൈനേസ് ആക്ടിവിറ്റി ഉള്ള എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ആൻഡ് ഈ സ്റ്റെപ്പും ഗ്ലൈക്കോളിസിസിലെ വൺ ഓഫ് ദി റേറ്റ് ലിമിറ്റിംഗ് റിയാക്ഷൻ ആണ്. ഈ കൈനേസ് ആക്ടിവിറ്റി ഉള്ള എൻസൈം ATP യൂട്ടിലൈസ് ചെയ്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിലേക്ക് കൊടുത്ത് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഈ 6-കാർബൺ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് രണ്ട് 3-കാർബൺ മോൾ കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എൻസൈം ആൽഡോലേസ്. ആൽഡോലേസ് എന്ന എൻസൈമാണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് എന്ന 6-കാർബൺ മോളിക്യൂളിനെ രണ്ട് 3-കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും. ഇനി ഇങ്ങനെ ഫോം ചെയ്ത ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ ഫോസ്ഫോട്രയോസ് ഐസോമറേസ് ഉപയോഗിച്ച് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. Next is the conversion of glyceraldehyde 3-phosphate to 1,3-bisphosphoglycerate catalyzed by the enzyme glyceraldehyde 3-phosphate dehydrogenase. And this step very important step because it is involved in the formation of NADH and H+ ions and a high energy compound 1,3-bisphosphoglycerate. So 1,3-bisphosphoglycerate എന്ന് പറയുന്ന ഒരു high energy compound ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് conversion of glyceraldehyde 3-phosphate by the action of glyceraldehyde 3-phosphate dehydrogenase എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ട് പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. NADH ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഹൈ എനർജി കോമ്പൗണ്ട് 1,3-bisphosphoglycerate എന്ന ഹൈ എനർജി കോമ്പൗണ്ടും ഫോം ചെയ്യുന്നുണ്ട്. So next step is by the enzyme phosphoglycerate kinase. Phosphoglycerate kinase catalyze ചെയ്യുന്ന reaction conversion of 1,3-bisphosphoglycerate to 3-phosphoglycerate ആണ്. And this is an example for substrate level phosphorylation. So kinase activity ആണ്, substrate level phosphorylation example ആണ് ഈ ഒരു reaction എന്ന് പറയുന്നത്. Phosphoglycerate kinase അതായത് kinase reactions normally ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ കേസാണ്, ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ദിസ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ, കൺവേർഷൻ ഓഫ് 1,3-bisphosphoglycerate to 3-phosphoglycerate എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് എ കൺവേർഷൻ ഓഫ് 3-phosphoglycerate to 2-phosphoglycerate by phosphoglycerate mutase. Mutase enzyme catalyze ചെയ്യുന്ന റിയാക്ഷൻ ആണ് കൺവേർഷൻ ഓഫ് 3-phosphoglycerate to 2-phosphoglycerate. And the conversion of high energy compound ഈ 2-phosphoglycerateനെ ഒരു high energy compound ആയ phosphoenol pyruvate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഈനോലേസ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് കൺവേർഷൻ ഓഫ് 2-phosphoglycerate to phosphoenol pyruvate. And this enzyme requires Mg2+ for its activity. Magnesium ions ആവശ്യമായിട്ടുണ്ട്. And this enzyme can be inhibited by fluoride ion കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈമുമാണ് ഈനോലേസ് എന്ന് പറയുന്നത്. Then enzyme pyruvate kinase catalyzes the transfer of high energy phosphate group from phosphoenol pyruvate to ADP. അപ്പോൾ ഈ ഫോസ്ഫോഇനോൾ പൈറുവേയിൽ നിന്നും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ATP ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം പൈറുവേറ്റ് ആവുന്ന ഒരു റിയാക്ഷനാണ് പൈറുവേറ്റ് കൈനേസ് കാറ്റലൈസ് ചെയ്യുന്നത്. ഇതിനുശേഷം ഈനോൾ ഫോമിലുള്ള പൈറുവേറ്റ് കീറ്റോ ഫോമിലേക്കും പിന്നെ L-lactate ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. So these are the steps of glycolysis. Total 10 steps ആണ് glycolysisന് ഉള്ളത്. പ്രൊഡക്ഷൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിൽ ഇനി ATP പ്രൊഡക്ഷൻ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കണം. ഇത് അതിൻ്റെ ഒരു ചാർട്ടാണ്. ഓരോ സ്റ്റെപ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയുടെ നമ്പറും തന്നിട്ടുണ്ട്. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഡീഹൈഡ്രോജനേസിൽ 2 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 NADH എന്ന് പറയുന്നത് 2.5 ATPക്ക് ഈക്വൽ ആണ്. സോ ഇവിടെ 2.5 × 2 നമുക്ക് 5 ATP ആണ് വരുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് NADHൻ്റെ 2.5 ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. പുറത്ത് നമ്മുടെ റൗണ്ട് ഓഫ് വാല്യൂ 3 ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടും. അങ്ങനെ റൗണ്ട് ഓഫ് വാല്യൂ ആണ് ATPയുടെ റൗണ്ട് ഓഫ് വാല്യൂ ആണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസിൽ 2 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൈറുവേറ്റ് കൈനേസിൽ 2 ATP. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ATP കൺസ്യൂം ചെയ്യുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഹെക്സോകൈനേസും ഫോസ്ഫോഫ്രക്ടോകൈനേസും ഒക്കെ കാറ്റലൈസ് ചെയ്യുന്ന സ്റ്റെപ്സിൽ 2 ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് 8 ആണ്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ഞാൻ പറഞ്ഞ പോലെ NADHന് ഒരു NADH മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2.5 ATPയും ഒരു FADH2 മോളിക്യൂളിന് 1.5 ATP ആണ്.
അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 7 ആണ്. പക്ഷെ ടോട്ടൽ നമ്മൾ 8 ATP ആണ് ഗ്ലൈക്കോളിസിസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഗ്ലൈക്കോളിസിസ് വഴി ഫോം ചെയ്ത പൈറുവേറ്റ് അതിൻ്റെ ഫേറ്റ്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ പാത്വേയിലേക്ക് എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത്. പൈറുവേറ്റ് ഹൈപ്പോക്സിക് അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷനിൽ എഥനോളും കാർബൺ ഡയോക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് അണ്ടർ എയറോബിക് കണ്ടീഷൻ pyruvate is converted to acetyl-CoA. Acetyl-CoA is in turn converted to carbon dioxide and water. So ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പാത്വേ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്ന് പറയുന്നത്. Then under anaerobic condition pyruvate is converted to lactate and ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് lactate dehydrogenase ആണ്. And it utilizes NADH. NADHനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് NADHനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് പൈറുവേറ്റിന്റെ ഫേറ്റ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പഠിക്കുന്നത് സിട്രിക് ആസിഡ് സൈക്കിൾ. The citric acid cycle or Krebs cycle or tricarboxylic acid TCA cycle is the most important metabolic pathway for the energy supply to the body. ബോഡിയിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മെറ്റബോളിക് പാത്വേ ആണ് സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ ഓർ Krebs സൈക്കിൾ എന്ന് പറയുന്നത്. Rather than being reduced to lactate, ethanol or some other fermentation product, the pyruvate produced by glycolysis is further oxidized to H2O and CO2. നമ്മൾ ഫേറ്റ്സ് ഓഫ് പൈറുവേറ്റ് പഠിച്ചപ്പോൾ രണ്ട് അനേറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് എത്തനോൾ ആയിട്ടും ലാക്റ്റേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇനി എയറോബിക് കണ്ടീഷനിലേക്ക് പൈറുവേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നത് അത് ഓക്സിഡൈസ് ചെയ്ത് H2O ആയിട്ടും CO2 ആയിട്ടും കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. And this aerobic phase of catabolism is called respiration. So ഇതിനെയാണ് respiration എന്ന് പറയുന്നത്. Cellular respiration occurs in 3 major stages. In the first stage, organic fuel molecules, glucose, fatty acids and some amino acids are oxidized to yield 2 carbon fragments in the form of acetyl group of acetyl coenzyme A. ആദ്യത്തെ സ്റ്റേജിൽ ഓർഗാനിക് ഫ്യൂൽ മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്സ് പിന്നെ ചില അമിനോ ആസിഡ്സ് എല്ലാം ഒരു 2 കാർബൺ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. അതായത് ഒരു അസറ്റൈൽ ഗ്രൂപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. And in the second stage, the acetyl groups are fed into the citric acid cycle, which enzymatically oxidizes them to CO2. The energy released is conserved in the reduced electron carriers NADH and FADH2. രണ്ടാമത്തെ സ്റ്റേജിൽ അസറ്റൈൽ ഗ്രൂപ്പ്സ് എല്ലാം സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുകയും അത് ഓക്സിഡൈസ് ചെയ്തിട്ട് CO2 ആയിട്ട് മാറുകയും ചെയ്യുന്നു. ആൻഡ് ദ എനർജി റിസീവ്ഡ്, അതായത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിച്ചതുപോലെ തന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ ഓരോ സ്റ്റെപ്പും അതിൻ്റെ എൻസൈംസ് ഇൻവോൾവും പഠിക്കണം. സോ അത് പഠിക്കുമ്പോൾ അതിനകത്ത് NADHൻ്റെ പ്രൊഡക്ഷൻ, FADH2 ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യുന്നത് ഓരോ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ അസറ്റൈൽ ഗ്രൂപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ CO2 ആയിട്ടും H2O ആയിട്ടും സിട്രിക് ആസിഡ് സൈക്കിൾ വഴി ഓക്സിഡൈസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ these reduced coenzymes are themselves oxidized, giving up protons and electrons. And the last stage of respiration ഈ റെഡ്യൂസ് ചെയ്ത കോഎൻസൈംസ് പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയും ഗീവ് അപ്പ് ചെയ്യും ചെയ്യുന്നു. Production of acetyl-CoA. Before entering citric acid cycle, carbon skeletons of sugar and fatty acids are degraded to the acetyl group of acetyl-CoA. അപ്പോൾ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഷുഗറിൻ്റെയും ഫാറ്റി ആസിഡ്സിൻ്റെയും എല്ലാം കാർബൺ സ്കെലട്ടൻ അസറ്റൈൽ കോഎൻസൈം എയുടെ അസറ്റൈൽ ഗ്രൂപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. And pyruvate derived from glucose and other sugars by glycolysis is oxidized to acetyl-CoA and CO2 by the pyruvate dehydrogenase complex, a cluster of enzymes, multiple copies of each of 3 enzymes located in the mitochondria of eukaryotic cell and in the cytosol of prokaryotes. So ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന പൈറുവേറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് അസറ്റൈൽ കോയ ആയിട്ടും CO2 ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്
പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് എന്ന് പറയുന്ന എൻസൈമാണ്. ഒരു ക്ലസ്റ്റർ ഓഫ് എൻസൈംസ് ആണ്. ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞ ഒരു 3 എൻസൈമിൻ്റെ കോമ്പിനേഷനാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയയിലും പ്രോകാരിയോട്സിൻ്റെ സൈറ്റോസോളിലുമാണ് PDH കോംപ്ലക്സ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. And ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് is an irreversible oxidation process in which the carboxyl group is removed from pyruvate as a molecule of CO2 and the remaining carbon atom become the acetyl group of acetyl coenzyme A. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഈ പൈറുവേറ്റിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പിനെ CO2 ആയിട്ടും ആൻഡ് ദ റിമൈനിങ് കാർബൺ ആറ്റത്തിനെയാണ് അസറ്റൈൽ കോവയുടെ അസറ്റൈൽ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 8 സക്സസീവ് സ്റ്റെപ്സ് ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഇതിൽ ഓരോ റിയാക്ഷൻസും തന്നിട്ടുണ്ട്, ഓരോ സ്റ്റെപ്സും തന്നിട്ടുണ്ട്. അതിൽ എൻസൈംസും സബ്സ്ട്രേറ്റും പ്രോഡക്റ്റുമാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. സോ ഫസ്റ്റ് ഇസ് ദി ഫോർമേഷൻ ഓഫ് സിട്രേറ്റ്. The first reaction of the cycle is the condensation of acetyl-CoA with oxaloacetate to form citrate, catalyzed by citrate synthase. So citrate synthase എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്നതാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് സിട്രേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ അസറ്റൈൽ-CoA ഓക്സാലോ അസറ്റേറ്റുമായിട്ട് കണ്ടൻസ് ചെയ്ത് സിട്രേറ്റ് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈമാണ്. ഫോർമേഷൻ ഓഫ് ഐസോസിട്രേറ്റ് വിയ സിസ് അക്കോണിറ്റേറ്റ്. സോ സിട്രേറ്റിൽ നിന്നും ഐസോസിട്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത് അടുത്തത്. അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ഫോർമേഷനാണ് സിസ് അക്കോണിറ്റേറ്റ് എന്ന് പറയുന്നത്. The enzyme aconitase catalyzes the reversible transformation of citrate to isocitrate through the intermediary formation of the tricarboxylic acid cis-aconitate. അപ്പോൾ ഒരു ട്രൈകാർബോക്സിലിക് ആസിഡ് ആയ സിസ് അക്കോണിറ്റേറ്റ് ഇൻ്റർമീഡിയറി ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഐസോസിട്രേറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തേത്, ഫോർമേഷൻ ഓഫ് സിട്രേറ്റ് വിയ സിസ് അക്കോണിറ്റേറ്റ്. ഓക്സിഡേഷൻ ഓഫ് ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോസിട്രേറ്റിനെ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. Isocitrate dehydrogenase catalyzes the oxidative decarboxylation of isocitrate to form alpha ketoglutarate. Isocitrate dehydrogenase oxidative decarboxylation of isocitrate to alpha ketoglutarate ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ആൻഡ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ടു സക്സിനൈൽ കോവെ ആൻഡ് CO2. The reaction is oxidative decarboxylation in which alpha ketoglutarate to succinyl CoA and CO2 by the action of alpha ketoglutarate dehydrogenase complex. So alpha ketoglutarate dehydrogenase complex ആണ് ഈ oxidative decarboxylation catalyze ചെയ്യുന്നത്. alpha ketoglutarate-നെ succinyl CoA ആയിട്ടും CO2 ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത് alpha ketoglutarate dehydrogenase complex ആണ്. Next is the conversion of succinyl CoA to succinate. The enzyme that catalyzes this reversible reaction is succinyl CoA synthetase or succinic thiokinase. For succinyl CoA succinate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് succinyl CoA synthetase or succinic thiokinase ആണ്. Oxidation of succinate to fumarate. Succinyl CoA is oxidized to fumarate by the flavoprotein succinate dehydrogenase. Succinate dehydrogenase എന്ന എൻസൈമാണ് സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത്. Hydration of fumarate to malate is catalyzed by fumarase. Fumarase എന്ന എൻസൈമാണ് ഫ്യൂമറേറ്റിനെ മാലേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. Last step is the oxidation of malate to oxaloacetate. L-malate dehydrogenase catalyzes the oxidation of L-malate to oxaloacetate. L-malate dehydrogenase enzyme ആണ് മാലേറ്റിനെ ഓക്സാലോഅസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ 8 സക്സസീവ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു സൈക്ലിക് റെപ്രസെൻറ്റേഷൻ ആണ്. First one is the condensation of acetyl-CoA with oxaloacetate to form citrate. Citrate undergoes dehydration via the formation of cis-aconitate to form isocitrate. പിന്നെ isocitrate to oxidative decarboxylation to alpha ketoglutarate
Alpha ketoglutarate is oxidative decarboxylation in the presence of alpha ketoglutarate dehydrogenase complex to succinyl-CoA. Succinyl-CoA synthase വഴി succinate ഫോം ചെയ്യുന്നുണ്ട്. Succinate dehydrogenase വഴി fumarate ഫ്യൂമറേസിൻ്റെ ഹെൽപ്പോടുകൂടി മാലേറ്റ് ഡീഹൈഡ്രോജനേഷനിൽ നിന്നും ഓക്സാലോസെറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഓക്സാലോസെറ്റേറ്റ് അഗെയിൻ അസറ്റൈൽ കോവ ആയിട്ട് കണ്ടൻസ് ചെയ്ത് സിട്രേറ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു സൈക്ലിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. റെഗുലേഷൻ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ ഈ സിട്രിക് ആസിഡ് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റെപ്സിലാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. The flow of carbon atoms from pyruvate into and through the citric acid cycle is under tight regulation at 2 levels. അപ്പോൾ മെയിൻലി 2 ലെവലിലാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ റെഗുലേഷൻ വരുന്നത്. The conversion of pyruvate to acetyl-CoA, pyruvate dehydrogenase complex reaction, the entry of acetyl-CoA into the cycle, the citrate synthase reaction. അപ്പോൾ pyruvate dehydrogenase complex catalyze ചെയ്യുന്ന ആദ്യത്തെ റിയാക്ഷൻ, ഫസ്റ്റ് കൺവേർഷൻ ഓഫ് pyruvate to acetyl-CoAയും പിന്നെ എൻട്രി ഓഫ് അസറ്റൈൽ-CoA ഇൻടു ദ സൈക്കിൾ, സിട്രേറ്റ് സിന്തേസ് റിയാക്ഷൻ, സിട്രേറ്റ് സിന്തേസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനുമാണ്. ഈ 2 റിയാക്ഷനുമാണ് മെയിൻലി സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ റെഗുലേഷനിൽ കൺട്രോൾ ചെയ്യുന്നത്. The cycle is also regulated at the isocitrate dehydrogenase and alpha ketoglutarate dehydrogenase reactions. ഈ 2 സ്റ്റെപ്സ് കൂടാതെ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെയും ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് റിയാക്ഷൻസിലും കൺട്രോൾ ഉണ്ട് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ. കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ-CoA. സിട്രിക് ആസിഡ് സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് പൈറുവേറ്റിനെ അസറ്റൈൽ-CoA ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ സ്റ്റെപ്പ് തന്നെയാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ കൺട്രോളിൽ വരുന്ന ആദ്യത്തെ ലെവൽ. സിട്രിക് ആസിഡ് സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ഫസ്റ്റ് ലെവൽ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ-CoA ആണ്. അപ്പോൾ ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു കോംപ്ലക്സ് ആണ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇത് കാറ്റലൈസ് ചെയ്യുന്നത്. Pyruvate is converted to acetyl-CoA by oxidative decarboxylation. This is an irreversible reaction catalyzed by a multi-enzyme complex known as pyruvate dehydrogenase complex, which is found only in the mitochondria. പൈറുവേറ്റിനെ അസറ്റൈൽ-CoA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ വഴിയാണ്. ഈ ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ആയ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് മൈറ്റോകോൺട്രിയയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. The enzyme PDH requires 5 cofactors, namely TPP, lipoamide, FAD, coenzyme A and NAD+. അപ്പോൾ ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സിന് ആവശ്യമായിട്ടുള്ള 5 കോഫാക്ടേഴ്സ് ആണ് TPP, lipoamide, FAD, coenzyme A and NAD+. Acetyl-CoA is also produced by pathways other than the PDH complex reaction. Most cells produce acetyl-CoA from the oxidation of fatty acids and certain amino acids. അപ്പോൾ ഈ acetyl-CoA പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സിന് അല്ലാതെ ഉള്ള പാത്വേസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സിൻ്റെ ഓക്സിഡേഷനും ചില അമിനോ ആസിഡ്സിൻ്റെ ഓക്സിഡേഷൻ വഴിയുമാണ് acetyl-CoA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Energetics of citric acid cycle. Oxidation of 3-NADH by electron transport chain coupled with oxidative phosphorylation results in the synthesis of 9 ATP, whereas FADH2 leads to the formation of 2 ATP. So ഇത് സിട്രിക് ആസിഡ് സൈക്കിളിൽ ടോട്ടൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എനർജറ്റിക്സ് ആണ്. ഒരു FADH2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ATP ആണ്. പിന്നെ നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിൽ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. 12 ATP ആണ് സിട്രിക് ആസിഡ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Besides, there is one substrate level phosphorylation, thus a total of 12 ATP. 12 ATP ആണ് സിട്രിക് ആസിഡ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റോൾ ഓഫ് വൈറ്റമിൻസ് ഇൻ TCA സൈക്കിൾ. ഇനി TCA സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ TCA സൈക്കിളിനെ സഹായിക്കുന്ന ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. Thymine as a coenzyme for alpha ketoglutarate dehydrogenase. Alpha ketoglutarate dehydrogenaseന്റെ coenzyme ആയിട്ട് ആക്ട് ചെയ്യുന്നത് തൈമിൻ ആണ്. റൈബോഫ്ലേവിൻ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിന്റെ coenzyme ആയിട്ട് ആക്ട് ചെയ്യുന്നു. നിയാസിൻ as electron acceptor for isocitrate dehydrogenase
alpha ketoglutarate dehydrogenase and malate dehydrogenase. Niacin ആണ് ഇതിൻ്റെ ഇലക്ട്രോൺ ഈ പറഞ്ഞ എൻസൈം 3 എൻസൈംസിൻ്റെ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ്, ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ്, മാലേറ്റ് ഡീഹൈഡ്രോജിനേസ്, ഈ 3 എൻസൈംസിൻ്റെയും ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് നിയാസിൻ ആണ്. Pantothenic acid attached to active carboxylic acid residues, that is acetyl-CoA, succinyl-CoA. So carboxylic acid residues attach ചെയ്തിരിക്കുന്നതാണ് pantothenic acids. acetyl-CoA, succinyl-CoA ഇതിനെല്ലാം pantothenic acid attached ആണ്. ഇവിടെ തന്നിരിക്കുന്നത് TCA സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് എൻസൈംസും അതിൻ്റെ ഇൻഹിബിറ്ററുമാണ്. First is the aconitase. Aconitase in the inhibitor fluoroacetate ആണ്. Alpha ketoglutarate dehydrogenase അത് arsenate, succinate dehydrogenase malonate. So ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക, ചിലപ്പോൾ ചോദിക്കാം. The reactions concerned to replenish or to fill up the intermediates of citric acid cycle are called anaplerotic reaction or anaplerosis. അപ്പോൾ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഇൻ്റർമീഡിയറ്റ്സിന് സപ്ലൈ ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ അനാപ്ലൂറോട്ടിക് അല്ലെങ്കിൽ അനാപ്ലൂറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് അസ്പാർട്ടേറ്റ് ഓക്സാലോഅസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ട്രാൻസമിനേഷൻ വഴി. ആ ഓക്സാലോഅസറ്റേറ്റ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സിട്രേറ്റിനെ ഫാറ്റി ആസിഡ്സും സ്റ്റിറോൾസും നിന്നെല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഗ്ലൂട്ടമേറ്റിൽ നിന്നും ട്രാൻസമിനേഷൻ വഴി ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഫോം ചെയ്തിട്ട് അത് സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. പൈറുവേറ്റ് മാലിക് എൻസൈം വഴി മാലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ പൈറുവേറ്റ് കാർബോക്സിലേസ് വഴി ഓക്സാലോഅസറ്റേറ്റ് ആയിട്ടും സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ റീപ്ലനിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫില്ലപ്പ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ്സിന് സപ്ലൈ ചെയ്യുന്ന റിയാക്ഷൻസ്. ഇതിന് പറയുന്ന പേര് അനാപ്ലൂറോട്ടിക് റിയാക്ഷൻസ് ഓർ അനാപ്ലൂറോസിസ്. Gluconeogenesis. The synthesis of glucose from the non-carbohydrate components is known as gluconeogenesis. Non-carbohydrate precursors-ൽ നിന്നും ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. The major substrate or precursors for gluconeogenesis are lactate, pyruvate, glucogenic amino acids, propionate and glycerol. So ഈ ഗ്ലൂക്കോനിയോജനസിസിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടേറ്റ്, പൈറുവേറ്റ്, glucogenic amino acids, propionate and glycerol. It occurs mainly in the cytosol, although some precursors are produced in the mitochondria. അപ്പോൾ ഗ്ലൂക്കോനിയോജനസിസിൻ്റെ ചില പ്രീകേഴ്സേഴ്സ് മൈറ്റോകോൺട്രിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ഇത് മെയിനായിട്ടും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് നടക്കുന്നത് സൈറ്റോസോളിലാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൂക്കോനിയോജനസിസിൻ്റെ റിയാക്ഷൻസ് ആണ്. അതിനു മുമ്പ് ഗ്ലൂക്കോനിയോജനസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രീകേഴ്സേഴ്സിൽ നിന്നും ഗ്ലൂക്കോസിൻ്റെ സിന്തസൈസ് ആണ് ഗ്ലൂക്കോനിയോജനസിസ്. സോ ഇത് ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത് ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം, എറിത്രോസൈറ്റ്സ്, ടെസ്റ്റസ്, കിഡ്നി മെഡുല ഇതിലെല്ലാം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് വേണം. സോ അവിടെ ഗ്ലൂക്കോനിയോജനസിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ സ്റ്റെപ്സ് വഴി ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്ത് ബ്രെയിനിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും എല്ലാം കണ്ടിന്യൂസ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കെലറ്റൽ മസിൽസിൽ അനേറോബിക് കണ്ടീഷനിൽ ഗ്ലൂക്കോസ് മാത്രമാണ് എനർജി സപ്ലൈ ചെയ്യുന്നത്. സോ അവിടെയും ഈ പാത്വേയുടെ സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഗ്ലൂക്കോനിയോജനസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോനിയോജനസിസ് ഗ്ലൈക്കോളിസിസിനെ ഒന്ന് റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസിനെ റിസംബിൾ ചെയ്യുമെങ്കിലും എക്സാക്ട് റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസ് ആണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് പാത്വേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 3 പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ എൻസൈംസും സബ്സ്ട്രേറ്റും പ്രൊഡക്റ്റും ഏതാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് റിയാക്ഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, conversion of fructose 1,6-bis-phosphate to fructose 6-phosphate, conversion of glucose 6-phosphate to glucose. First reaction നോക്കാം. Conversion of pyruvate to phosphoenol pyruvate. Pyruvate carboxylase is a biotin-dependent mitochondrial enzyme that converts pyruvate to oxaloacetate in the presence of ATP and CO2. ATP യുടെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും പ്രസൻസിൽ
പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന മൈറ്റോകോൺഡ്രിയൽ ബയോട്ടിക് ഡിപ്പെൻഡന്റ് മൈറ്റോകോൺഡ്രിയൽ എൻസൈം ആണ് പൈറുവേറ്റിനെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്നത്. This enzyme regulates gluconeogenesis and requires acetyl-CoA for its activity. ഗ്ലൂക്കോനിയോജനസിന്റെ റെഗുലേഷനിൽ വരുന്ന ഒരു എൻസൈം കൂടെയാണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. അതുപോലെ തന്നെ അതിന് അസറ്റൈൽ കോവയും കൂടെ ആവശ്യമായിട്ടുണ്ട് അതിന്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി. In the cytosol, phosphoenol pyruvate carboxykinase converts oxaloacetate to phosphoenol pyruvate. So, ഈ എൻസൈമിന്റെ ആക്ടിവിറ്റിക്ക് ശേഷം പൈറുവേറ്റ് കാർബോക്സിലേസിന്റെ ആക്ടിവിറ്റിക്ക് ശേഷം ഓക്സാലോ അസറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ഓക്സാലോ അസറ്റേറ്റിനെ സൈറ്റോസോളിൽ വെച്ചിട്ട് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സികൈനേസ് ആണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് എന്ന സ്റ്റെപ്പിൽ 2 എൻസൈംസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പൈറുവേറ്റ് കാർബോക്സിലേസും ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സികൈനേസും. Next step, conversion of fructose 1,6-bis phosphate to fructose 6-phosphate. The enzyme fructose 1,6-bis phosphatase converts fructose 1,6-bis phosphate to fructose 6-phosphate. This enzyme requires Mg2+ ions. അപ്പോൾ fructose 1,6-bis phosphatase എന്ന എൻസൈം ആണ് fructose 1,6-bis phosphateനെ fructose 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ എൻസൈമിന് മഗ്നീഷ്യം അയോൺസും റിക്വയർഡ് ആണ് അതിന്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി. Conversion of glucose 6-phosphate to glucose. Glucose 6-phosphatase catalyzes the conversion of glucose 6-phosphate to glucose. Glucose 6-phosphatase എന്ന എൻസൈം ആണ് glucose 6-phosphateനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഗ്ലൂക്കോനിയോജനസിന്റെ ഒരു ഓവറോൾ റിയാക്ഷൻ ആണ്. ഇത് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് തന്നു എന്നേ ഉള്ളൂ. 2 pyruvate plus 4 ATP plus 2 GTP plus 2 NADH plus 2H plus 6 H2O gives glucose plus 2 NAD plus 4 ADP plus 2 GDP plus 6 PI for inorganic phosphate plus 6H plus ions. ഇതിൽ ഗ്ലൂക്കോനിയോജനസിസിലെ ടോട്ടൽ NAD പ്ലസ് നമ്പർ ചോദിക്കാം. പിന്നെ GDP എത്ര GDP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ എത്ര ATP യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്ലൂക്കോനിയോജനസിസ് ഫ്രം അമിനോ ആസിഡ്സ്. ഇനി അമിനോ ആസിഡ് പ്രീകേഴ്സർ ആയിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോനിയോജനസിസ് ആണ്. Glucogenic amino acids except leucine and lysine results in the formation of pyruvate or the intermediates of citric acid cycle. അപ്പോൾ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് എക്സെപ്റ്റ് ലൂസിൻ ആൻഡ് ലൈസിൻ, ലൂസിനും ലൈസിനും ഒഴികെയുള്ള ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് പൈറുവേറ്റിന്റെ ഫോർമേഷന് സഹായിക്കുന്നു, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിന്റെ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. Gluconeogenesis from glycerol. The enzyme glycerokinase activates glycerol to glycerol 3-phosphate. അപ്പോൾ ഗ്ലിസറോളിനെ glycerol 3-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന glycerokinase ആണ്. The latter is converted to dihydroxyacetone phosphate by glycerol 3-phosphate dehydrogenase. അപ്പോൾ ഈ ഫോം ചെയ്ത glycerol 3-phosphateനെ dihydroxyacetone phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് glycerol 3-phosphate dehydrogenase എൻസൈം ആണ്. സോ ആദ്യത്തെ ഗ്ലിസറോളിൽ നിന്നും ഗ്ലൂക്കോനിയോജനസിസ് ആണ് പറയുന്നത്. ആദ്യത്തെ എൻസൈം ഗ്ലിസറോകൈനേസ് ആണ്. ഗ്ലിസറോകൈനേസ് ഗ്ലിസറോളിനെ ഗ്ലിസറോൾ 3-phosphate ആയിട്ട് ഗ്ലിസറോൾ 3-phosphate ഡീഹൈഡ്രോജിനേസ് എൻസൈം ആണ് ഈ ഗ്ലിസറോൾ 3-phosphateന് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഗ്ലൂക്കോനിയോജനസിസ് ഫ്രം പ്രൊപ്പിയോണേറ്റ്. പ്രൊപ്പിയോണൈൽ കോയെ കാർബോക്സിലേസ് ആക്ട്സ് ഓൺ ദിസ് റിയാക്ഷൻ. അപ്പോൾ പ്രൊപ്പിയോണൈൽ കോയെ കാർബോക്സിലേസ് എന്ന എൻസൈം ആണ് പ്രൊപ്പിയോണേറ്റിൽ നിന്നും ഗ്ലൂക്കോനിയോജനസിസ് പാത്വേ ഡയറക്റ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോനിയോജനസിസ് ഫ്രം ലാക്ടേറ്റ്. കോറി സൈക്കിൾ. Lactate produced by active skeletal muscle is a major precursor for gluconeogenesis. അപ്പോൾ skeletal muscles പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലാക്ടേറ്റ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ടേറ്റ് ഗ്ലൂക്കോനിയോജനസിന്റെ ഒരു പ്രധാന പ്രീകേഴ്സർ ആണ്. Under anaerobic condition, pyruvate is reduced to lactate by lactate dehydrogenase. Lactate dehydrogenase എന്ന എൻസൈമിന്റെ പ്രസൻസിൽ അനേറോബിക് കണ്ടീഷനിലാണ് പൈറുവേറ്റ് ലാക്ടേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. Pyruvate plus NADH plus H plus gives lactate plus NAD plus. അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജനസിസ് ഫ്രം ലാക്ടേറ്റ് എന്ന് പറയുന്നത് കോറി സൈക്കിൾ ആണ്. കോറി സൈക്കിൾ ആ പേര് ഓർത്തു വയ്ക്കുക.
the cycle involving the synthesis of glucose in liver from the skeletal muscle, lactate and reuse of glucose thus synthesized by the muscle for energy purposes known as Cori cycle. അപ്പോൾ Cori cycle എന്ന് പറയുന്നത് synthesis of glucose in liver from the skeletal muscle, lactate. skeletal muscle നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ടേറ്റ് വഴി ഗ്ലൂക്കോസിനെ ലിവറിൽ വെച്ച് സിന്തസൈസ് ചെയ്യുകയും അങ്ങനെ ആ ഗ്ലൂക്കോസിനെ റീയൂസ് ചെയ്യുകയും ആ മസിന് തന്നെ റീയൂസ് ചെയ്യുകയും എനർജി പർപ്പസിന് വേണ്ടി റീയൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറി സൈക്കിൾ എന്ന് പറയുന്നത്. സോ എന്താണ് കോറി സൈക്കിൾ? സ്കെലറ്റൽ മസിൽസിൽ ലാക്ടേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ലാക്ടേറ്റ് പ്രീകേഴ്സർ ആയിട്ട് വെച്ചിട്ട് ഗ്ലൂക്കോനിയോജനസിസ് ജനറ്റിക് പാത്വേ വഴി ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നു. ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഗ്ലൂക്കോസിനെ മസിൽസ് തന്നെ എനർജി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സൈക്കിളാണ് കോറി സൈക്കിൾ എന്ന് പറയുന്നത്. Glycogen metabolism. In a wide range of organisms, excess glucose is converted to polymeric forms for storage, glycogen in vertebrates and many microorganisms in starch in plants. സോ ഒരു ഓർഗാനിസത്തിൽ ഗ്ലൂക്കോസിൻ്റെ നീഡ് കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ടും സ്റ്റാർച്ച് ആയിട്ടും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോജൻ ആണെങ്കിൽ അത് വെർട്ടിബ്രേറ്റ്സിലും മൈക്രോ ഓർഗാനിസത്തിലും, സ്റ്റാർച്ച് ആണെങ്കിൽ അത് പ്ലാന്റ്സിലും ആയിരിക്കും. Glycogen is found primarily in liver and skeletal muscle. It is stored in large cytosolic granules. So glycogen store ചെയ്യുന്നത് ലിവറിലും സ്കെലറ്റൽ മസിൽസിലും വലിയ സൈറ്റോസോളിക് ഗ്രാനുൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. The glycogen in muscle is there to provide a quick source of energy for either aerobic or anaerobic metabolism. സോ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് മെറ്റബോളിസം വഴി ഒരു ക്വിക്ക് സോഴ്സ് ഓഫ് എനർജി കൊടുക്കുന്നതാണ്. Liver glycogen serves as a reservoir of glucose for other tissues when dietary glucose is not available. അപ്പോൾ ലിവർ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഡയറ്ററി ഗ്ലൂക്കോസ്, നമുക്ക് ഫുഡ് വഴി ലഭിക്കുന്ന ഗ്ലൂക്കോസ് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിൽ ലിവർ ഗ്ലൈക്കോജൻ ആണ് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യുന്നത്. സോ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഗ്ലൈക്കോജിനോലൈസിസും ഗ്ലൈക്കോജനസിസും. The catabolic pathway in which glycogen is break down to glucose 6-phosphate is glycogenolysis. അപ്പോൾ glycogen glucose 6-phosphate ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കാറ്റബോളിക് പാത്വേ ആണ് നമ്മൾ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. The anabolic pathway in which involves the conversion of glucose to storage form glycogen. അപ്പോൾ എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അനബോളിക് പാത്വേ നമ്മൾ ഗ്ലൈക്കോജനസിസ് എന്നും പറയുന്നു. സോ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ നമുക്കിനി ആദ്യം ഗ്ലൈക്കോജിനോലൈസിസ് നോക്കാം. ഇൻ സ്കെലറ്റൽ മസിൽ ആൻഡ് ലിവർ, glucose units of the outer branches of glycogen enter the glycolytic pathway through the action of 3 enzymes. അപ്പോൾ സ്കെലറ്റൽ മസിൽസിലും ലിവറിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ, അതിനകത്തെ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 എൻസൈം ആക്ട് ചെയ്യുന്നുണ്ട്: glycogen phosphorylase, glycogen debranching enzyme and phosphoglucomutase. സോ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇതിന് സഹായിക്കുന്ന 3 എൻസൈംസ് ആണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്, ഗ്ലൈക്കോജൻ ഡീബ്രാഞ്ചിങ് എൻസൈം ആൻഡ് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. Glycogen phosphorylase catalyzes the reaction in which an alpha-1,4 glycosidic linkage between 2 glucose residues at a non-reducing end of glycogen undergoes attack by inorganic phosphate, removing the terminal glucose residue as alpha-D-glucose 1-phosphate. അപ്പോൾ glycogen phosphorylase ആണ് ആദ്യത്തെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഇതിൽ alpha-1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അതായത് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് തമ്മിലുള്ള alpha-1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ alpha-D-glucose 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. Glycogen phosphorylase acts repetitively on the non-reducing ends of glycogen branches until it reaches a point 4 glucose units away from a branch point where its action stops. So glycogen phosphorylase non-reducing end, glycogenന്റെ non-reducing endലാണ് ആക്ട് ചെയ്യുന്നത്. ഇവർ ഏതുവരെ ആക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാണ്. സോ ഈ ബ്രാഞ്ചസ് തുടങ്ങുന്നതിന് ഒരു 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് മാറിയായിരിക്കും ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിന്റെ ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്.
Further degradation can occur only after the debranching enzyme known as oligo-alpha-1,6 to alpha-1,4 glucotransferase catalyzes two successive reactions that transfer branches. So branch തുടങ്ങുന്നതിൻ്റെ ഒരു 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് മുന്നേ നമ്മുടെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിൻ്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം ആക്ട് ചെയ്യുന്നത് ഡീബ്രാഞ്ചിങ് എൻസൈം ആണ്. ഡീബ്രാഞ്ചിങ് എൻസൈം 2 സക്സസീവ് റിയാക്ഷൻസ് വഴി ബ്രാഞ്ചസിനെ മാറ്റി ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ അതിൽ നിന്നും റിലീസ് ചെയ്യുന്നുണ്ട്. Glucose 1-phosphate, the end product of glycogen phosphorylase reaction, is converted to glucose 6-phosphate by phosphoglucomutase, which catalyze the reversible reaction. So ഈ ഡീബ്രാഞ്ചിങ് എൻസൈം ആക്ട് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്നത് ഗ്ലൂക്കോസ് 1-phosphate ആണ്. ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിൻ്റെ റിയാക്ഷൻ വഴി അല്ല ഗ്ലൂക്കോസ് 1-phosphate ഫോം ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് 1-phosphate ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസിൻ്റെ ആക്ഷൻ വഴി ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Glycogenesis. Glycogen synthesis takes place in virtually all animal cell tissues but is especially prominent in liver and skeletal muscle. Glycogen synthesis എല്ലാ animal tissuesലും നടക്കുമെങ്കിലും ലിവറിലും skeletal musclesലുമാണ് ഗ്ലൈക്കോജൻ മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ അതിൻ്റെ സിന്തസിസ് നടക്കുന്നതും ലിവറിലും skeletal muscle cellsലുമാണ്. The starting point for the synthesis of glycogen is glucose 6-phosphate. So glycogen synthesize ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫസ്റ്റ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-phosphate ആണ്. This can be derived from free glucose in a reaction catalyzed by the isoenzyme hexokinase 2 and 1 in muscles and hexokinase 4 in liver. So ഈ ഗ്ലൂക്കോസ് 6-phosphate ഫ്രീ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഹെക്സോകൈനേസ് ആണ്. ഹെക്സോകൈനേസ് 4 ലിവറിലും ഹെക്സോകൈനേസ് 1 and 2 in muscle cells. So glucose D-glucose plus ATP gives D-glucose 6-phosphate plus ADP. To initiate glycogen synthesis, glucose 6-phosphate is converted to glucose 1-phosphate in the phosphoglucomutase reaction. ഈ ഗ്ലൂക്കോസ് 6-phosphateനെ ഗ്ലൂക്കോസ് 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്യുന്നത് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് ആണ്. The product of this reaction is converted to UDP glucose by the action of UDP glucose pyrophosphorylase in a key step of glycogen biosynthesis. So glycogen biosynthesisലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഗ്ലൂക്കോസ് 1-phosphate UTP ആയിട്ട് റിയാക്ട് ചെയ്ത് UDP ഗ്ലൂക്കോസും ഇനോർഗാനിക് പൈറോഫോസ്ഫേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ. സോ നമ്മൾ 3 റിയാക്ഷനാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തേത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ഹെക്സോകൈനേസ് ആണ് ചെയ്യുന്നത്. ഹെക്സോകൈനേസ് 4 ലിവർ സെൽസിലും ഹെക്സോകൈനേസ് 1 and 2 മസിൽസിലുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്ത ഗ്ലൂക്കോസ് 6-phosphateനെ ഗ്ലൂക്കോസ് 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. ആൻഡ് ഇങ്ങനെ ഗ്ലൂക്കോസ് 1-phosphateനെ UDP ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ് എൻസൈമാണ്. UDP glucose is the immediate donor of glucose residue in the reaction catalyzed by glycogen synthase, which promotes the transfer of the glucose residue from UDP glucose to a non-reducing end of a branched glycogen molecule. UDP glucose എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഡോണറാണ്. ബാക്കി റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. സോ ഗ്ലൈക്കോജൻ സിന്തേസ് UDP ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്ഫറിനെ സഹായിക്കുന്ന എൻസൈമാണ്. നോൺ റെഡ്യൂസിങ് എൻഡിലേക്കാണ് ഗ്ലൈക്കോജൻ മോളിക്യൂളിൻ്റെ നോൺ റെഡ്യൂസിങ് എൻഡിലേക്ക് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. Glycogen synthase cannot make alpha-1,6 bond found at the branch points of glycogen. So നമ്മൾ ഫോസ്ഫോറിലേസ് പഠിച്ചപ്പോൾ ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗണിൽ ആദ്യത്തെ എൻസൈമായ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് പഠിച്ചപ്പോൾ അതിൽ ബ്രാഞ്ച് പോയിന്റ്സിലേക്ക് ആക്ട് ചെയ്യാൻ ആ എൻസൈമിന് സാധിക്കില്ല. 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് മുന്നേ എത്തുമ്പോഴേക്കും ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഗ്ലൈക്കോജൻ സിന്തേസിൻ്റെ കേസിലും. ഗ്ലൈക്കോജൻ സിന്തേസിൽ ബ്രാഞ്ച് പോയിന്റ്സ് ഫോം ചെയ്യാൻ പറ്റില്ല. സോ alpha-1,6 ബോണ്ട് ഗ്ലൈക്കോജൻ സിന്തേസ് ഫോം ചെയ്യില്ല. These are formed by glycogen branching enzyme, also called amylo 1,4 to 1,6 trans
ഗ്ലൈക്കോസിലേസ് ഓർ ഗ്ലൈക്കോസിൽ 4,6 ട്രാൻസ്ഫറേസ്. അവിടെ ഒരു ഡീബ്രാഞ്ചിങ് എൻസൈം ആക്ട് ചെയ്തതുപോലെ ഇവിടെ ഒരു ബ്രാഞ്ചിങ് എൻസൈമാണ്, ഗ്ലൈക്കജൻ ബ്രാഞ്ചിങ് എൻസൈമാണ് ബ്രാഞ്ച് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. The biological effect of branching is to make glycogen molecule more soluble and to increase the number of non-reducing ends. So, branching എന്തിനാണ് സഹായിക്കുന്നത്? ബയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ കൂടുതൽ സോല്യൂബിൾ ആവാനും നോൺ റെഡ്യൂസിങ് എൻസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ബ്രാഞ്ചിങ് സഹായിക്കുന്നത്. നോൺ റെഡ്യൂസിങ് എൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ ഈസി ആയിട്ട് നടക്കും. അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ കൂടുതലും സോല്യൂബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് എൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് കൂടുതലായിട്ടും വേണമെന്ന് പറയുന്നത്. റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജെനസിസ് ആൻഡ് ഗ്ലൈക്കോജിനോലൈസിസ്. Glycogenesis and glycogenolysis are respectively controlled by the enzyme glycogen synthase and glycogen phosphorylase. So, glycogen synthesis glycogen breakdown അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ആ രണ്ട് എൻസൈംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഗ്ലൈക്കോജൻ സിന്തേസ്, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. Regulation of these enzymes is accomplished by 3 mechanisms. So, ഈ രണ്ട് എൻസൈംസും കൂടിയിട്ട് ഹോൾ പാത്വേ റെഗുലേറ്റ് ചെയ്യുന്നത് 3 മെക്കാനിസം വഴിയാണ്. അല്ലോസ്റ്ററിക് റെഗുലേഷൻ, ഹോർമോണൽ റെഗുലേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് കാൽഷ്യം. സോ നമുക്ക് ആദ്യം അല്ലോസ്റ്ററിക് റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം പഠിക്കാം. Glycogen synthesis is increased when substrate availability and energy levels are high. ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് കൂടുതലായിരിക്കും എപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ അവൈലബിലിറ്റി കൂടുതലാവുമ്പോഴും എനർജി ലെവൽസ് ഹൈ ആവുമ്പോഴും. ഇതിൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. സോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് സ്വാഭാവികമായിട്ടും കൂടുന്നത്. Glycogen breakdown is enhanced when glucose concentration and energy levels are low. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കുമ്പോഴും എനർജി ലെവൽസ് കുറവായിരിക്കുമ്പോഴും അല്ല ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇൻക്രീസ് ആവുന്നത്. ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം. The hormones, through a complex series of reactions, bring about covalent modification, namely phosphorylation and dephosphorylation of enzyme protein, which ultimately control the glycogen synthesis or its degradation. അപ്പോൾ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജൻ വരുന്നത് ഫോസ്ഫോറിലേഷനും ഡീഫോസ്ഫോറിലേഷനും ആണ്. ചില എൻസൈം അതിൻ്റെ ഫോസ്ഫോറിലേറ്റഡ് സ്റ്റേറ്റിൽ ആക്റ്റീവ് ആവുകയും ഡീഫോസ്ഫോറിലേറ്റഡ് സ്റ്റേറ്റിൽ ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. മറ്റ് ചില എൻസൈം നേരെ തിരിച്ചായിരിക്കും. ഡീഫോസ്ഫോറിലേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും അത് ആക്റ്റീവ് ആവുന്നത്, ഫോസ്ഫോറിലേറ്റഡ് സ്റ്റേറ്റിൽ അത് ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. സോ അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ വരുന്നത് ഈ ഫോസ്ഫോറിലേഷനും ഡീഫോസ്ഫോറിലേഷനും വഴിയാണ് ഗ്ലൈക്കോജൻ സിന്തസിസിൻ്റെയും ഡീഗ്രഡേഷൻ്റെയും ഹോർമോണൽ റെഗുലേഷൻ വരുന്നത്. നെക്സ്റ്റ് ഇസ് ദി എഫക്റ്റ് ഓഫ് കാൽഷ്യം അയോൺസ് ഓൺ ഗ്ലൈക്കോജിനോലൈസിസ്. When the muscles contract, calcium ions are released from the sarcoplasmic reticulum. The calcium binds to calcium calmodulin modulating protein and directly activates phosphorylase kinase without the involvement of CAMP dependent kinase. So മസിലിൻ്റെ കൺട്രാക്ഷൻ വരുമ്പോൾ സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. ഈ കാൽഷ്യം പോയിട്ട് കാൽഷ്യം കാൽമോഡിലിൻ മോഡുലേറ്റിംഗ് പ്രോട്ടീനിൽ പോയി ബൈൻഡ് ചെയ്യുകയും ഫോസ്ഫോറിലേസ് കൈനേസിനെ ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. CAMP ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് അല്ലാതെ, പ്രോട്ടീൻ കൈനേസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലാതെ ഡയറക്റ്റ്ലി ഫോസ്ഫോറിലേസ് കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നത് ഈ കാൽഷ്യം മോളിക്യൂൾസ് ആണ്. കാൽഷ്യം പോയിട്ട് കാൽമോഡിലിൻ കാൽഷ്യം മോഡുലേറ്റിംഗ് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫോസ്ഫോറിലേസ് കൈനേസ് അവിടെ ആക്റ്റീവ് ആകുന്നത്. An elevated glucagon or epinephrine level increases glycogen degradation, whereas an elevated insulin results in increased glycogen synthesis. So ഇൻസുലിനും ഗ്ലൂക്കഗോൺ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എങ്ങനെയാണ് നമ്മുടെ ഗ്ലൈക്കോജൻ സിന്തസിസിനെ അല്ലെങ്കിൽ ഡീഗ്രഡേഷനെ സഹായിക്കുന്നത്? ഗ്ലൂക്കഗോണിൻ്റെയും എപ്പിനെഫ്രിൻ്റെയും ലെവൽ കൂടുമ്പോൾ ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷനാണ് അവിടെ നടക്കുന്നത്. ഈ ഗ്ലൂക്കഗോണിൻ്റെ ലെവൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറവായിരിക്കുമ്പോഴായിരിക്കും ഗ്ലൂക്കോഗോണിൻ്റെ ലെവൽ അത്. സോ ആ സമയത്ത് നമുക്ക് ഗ്ലൈക്കോജൻ്റെ ഡീഗ്രഡേഷനാണ് വേണ്ടത്, അതായത് ബ്ലഡിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുകയാണ് വേണ്ടത്. സോ അവിടെ ഗ്ലൈക്കോജൻ ഡീഗ്രേഡ് ചെയ്യുന്നു. ഇനി ഇൻസുലിൻ ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ, ഇൻസുലിൻ കൂടി നിൽക്കുകയാണെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലാണ്. സോ അതുകൊണ്ട് ഗ്ലൈക്കോജൻ അവിടെ സിന്തസൈസ് ചെയ്യണം. സോ അങ്ങനെ ഗ്ലൂക്കോഗോണും
ഇൻസുലിനും ഗ്ലൈക്കജൻ സിന്തസിസിനെയും ഡീഗ്രഡേഷനെയും കൺട്രോൾ ചെയ്യുന്നത്. Pentose phosphate pathway. In most animal tissue, the major catabolic fate of glucose 6-phosphate is glycolytic breakdown to pyruvate, much of which is then oxidized via citric acid cycle, ultimately leading to the formation of ATP. നമ്മുടെ ആനിമൽ ടിഷ്യൂസിലെല്ലാം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൈക്കോളിസിസ് വഴി പൈറുവേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ പൈറുവേറ്റിൽ ഭൂരിഭാഗം മോളിക്യൂൾസും നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻട്രി ചെയ്യുകയും ATPയുടെ ഫോർമേഷന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. In some tissues, the glucose 6-phosphate to pentose phosphate occurs by pentose phosphate pathway. So, നമ്മുടെ എല്ലാ പൈറുവേറ്റും സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻട്രി ചെയ്യുകയും ATPയുടെ പ്രൊഡക്ഷനെ സഹായിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ചില പൈറുവേറ്റ്, കുറച്ച് പൈറുവേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് നമ്മുടെ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. In some tissues, glucose 6-phosphate to pentose phosphate occur by pentose phosphate, also called phosphogluconate pathway or hexose monophosphate pathway. അപ്പോൾ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ എൻട്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പാത്വേയുടെ പേരെന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലൂക്കോണേറ്റ് പാത്വേ അല്ലെങ്കിൽ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ എന്നാണ്. In this oxidative pathway, NAD+ is the electron acceptor yielding NADPH. So, NADPH ഈ പാത്വേയിൽ yield ചെയ്യുന്നുണ്ട്. ഈ പാത്വേയിൽ ലഭിക്കുന്നുള്ള NADPH. NAD+ ആണ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Rapidly dividing cells such as those of bone marrow, skin and intestinal mucosa use the pentose to make RNA, DNA and coenzymes such as ATP, NADH, FADH2 and coenzymes. So, നമ്മുടെ ഈ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ DNA, RNA പോലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പെൻറ്റോസിനെ സപ്ലൈ ചെയ്യുന്നത് ഈ പാത്വേ വഴിയാണ്. അതുപോലെ തന്നെ കോഎൻസൈംസ് ആയ ATP, NADH, FADH2, കോഎൻസൈം A ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഈ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ ആവശ്യമായിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Tissues that carry out extensive fatty acid synthesis or very active synthesis of cholesterol and steroid hormones requires NADPH provided by the pathway. So, pentose phosphate pathwayയുടെ NADPHന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന NADPH ഫാറ്റി ആസിഡ്സിൻ്റെ സിന്തസിസ്, കൊളസ്ട്രോളിൻ്റെ സിന്തസിസ്, ദെൻ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇതിൻ്റെ എല്ലാം സിന്തസിസിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. In erythrocytes, the NADPH produced by the pentose phosphate pathway is so important in preventing the oxidative damage that a genetic defect in glucose 6-phosphate dehydrogenase, the first enzyme of the pathway, can have serious medical consequences. So, erythrocytes pentose phosphate pathway വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന NADPH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ ജനറ്റിക് ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന NADPH ആണ്. സോ ഇതൊക്കെയാണ് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ രണ്ട് ഫേസസ് ഉണ്ട്, ഓക്സിഡേറ്റീവ് ഫേസും നോൺ ഓക്സിഡേറ്റീവ് ഫേസും. ഓക്സിഡേറ്റീവ് ഫേസിൽ റൈബുലോസ് 5-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന എൻസൈംസ് ട്രാൻസ് ആൽഡോലേസും ട്രാൻസ് കീറ്റോലേസും. ഓക്സിഡേറ്റീവ് ഫേസിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ 6-ഫോസ്ഫോഗ്ലൂക്കോണേറ്റ്, റൈബുലോസ് 5-ഫോസ്ഫേറ്റ്, റൈബോസ് 5-ഫോസ്ഫേറ്റ് ആൻഡ് ആ റൈബോസ് 5-ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്സിലും കോഎൻസൈംസ്, DNA, RNA പോലുള്ള മോളിക്യൂൾസിൻ്റെ സിന്തസൈസിൽ എൻട്രി ചെയ്യുന്നത്. ഇവിടെ NADPHന്റെ പ്രൊഡക്ഷനും ഈ ഓക്സിഡേറ്റീവ് ഫേസിൽ നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് പാത്വേ ടു ഗ്ലൈക്കോളിസിസ് ആൻഡ് TCA സൈക്കിൾ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന രണ്ട് പാത്വേസ് ആണ് ഗ്ലൈക്കോളിസിസും TCA സൈക്കിളും. ഈ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത് ഈ രണ്ട് മെറ്റബോളിക് പാത്വേസിനും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.